ഈ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ 750 കിലോമീറ്റർ ദൂരവും 1000 കിലോമീറ്റർ ദൂരവും ഒക്കെ പറന്ന് ഉടമയുടെ അരികിലേക്ക് എത്തിയ പ്രാവുകളെ കുറിച്ചുള്ള വാർത്തകൾ നാം കാണുന്നുണ്ട്. ഒരു പീജിയൻ റേസിംഗിന്റെ ഭാഗമായി റേസിംഗ് പീജിയൻ അല്ലെങ്കിൽ ഹോമിംഗ് പീജിയൻ എന്നതിൽപ്പെട്ട പ്രാവുകളാണ് ഇതിൽ പങ്കെടുപ്പിച്ചത്. എന്നാൽ ഇത്രയും അധികം കിലോമീറ്ററുകൾ ഈ പ്രാവുകൾ സഞ്ചരിച്ചു അതിന്റെ യജമാന്റെ അടുത്ത് എത്തുവാൻ അതെങ്ങനെ വഴി മനസ്സിലാക്കുന്നുവെന്നും അതിന് ദിശ തെറ്റാതെ ഇരിക്കുന്നത് എങ്ങനെയെന്നും അറിയുവാൻ ഏവർക്കും കൗതുകമുണ്ട്. പ്രാവുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കുവാൻ ഗൂഗിൾ മാപ്പ് ഇല്ല, GPS ഇല്ല, മൊബൈൽ സിഗ്നലുകളില്ല. എന്നാൽ 1000 കിലോമീറ്ററുകൾക്ക് അപ്പുറം മുംബൈ പട്ടണത്തിൽ നിന്ന് പറത്തിവിട്ട പ്രാവുകൾ കൃത്യമായി കേരളത്തിൽ ഉടമസ്ഥന്റെ വീടിന് മുന്നിൽ എത്തി. ഇത്രയധികം ദൂരങ്ങൾക്കപ്പുറം നിന്ന് ഒരു ചെറിയ പക്ഷിയായ ഈ പ്രാവ് കൃത്യമായ ഒരു വീട് ലക്ഷ്യം വെച്ച് പറക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ പറത്തിവിടുന്ന പ്രാവുകൾ ദിശ തെറ്റി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ? ഏതായാലും റേസിംഗ് പീജനിന്റെ ശാസ്ത്രം ഒന്ന് ഇനി മനസ്സിലാക്കാം. അതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. വെള്ളത്തിൽ നീന്താൻ കഴിയുന്ന പെൻഗിനുകൾ പക്ഷിയാണോ അതോ മത്സ്യമാണോ? ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ഇനി തിരികെ എത്താം. റേസിംഗ് പീജൻ അല്ലെങ്കിൽ ഹോമിംഗ് പീജൻ എന്നറിയപ്പെടുന്ന ഈ പ്രാവുകൾക്ക് ദീർഘദൂരം സഞ്ചരിക്കുവാനായി പരിശീലനം നൽകുവാൻ കഴിയും. കേരളത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും പ്രചാരണത്തിലുള്ള പീജിയൻ റേസിൽ പങ്കെടുക്കുന്ന പ്രാവുകളുടെ കാലുകളിൽ ഒരു മോതിരം അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിക്കും. ഏറ്റവും ആദ്യമേ വീട്ടിലെത്തുന്ന പീജിയനാണ് മത്സരത്തിലെ വിജയിയാകുന്നത്. ഈ പ്രാവുകൾക്ക് ഇത്തരത്തിൽ ദീർഘദൂരം പറന്ന് വീട്ടിലെത്തുവാനുള്ള പരിശീലനം നൽകുന്നതിനെ കുറിച്ച് ഇനി പറയാം. ഒരു തരം പ്രാവുകൾക്കും ജന്മന ഇത്തരത്തിൽ കിലോമീറ്ററുകൾ ദൂരം പറന്ന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുവാനുള്ള കഴിവ് ലഭിക്കുന്നില്ല. ഘട്ടം ഘട്ടമായി ഇവയ്ക്ക് പരിശീലനം നൽകുകയാണ്. ആദ്യഘട്ടം ലോഫ്റ്റ് ബോണ്ടിങ് ആണ്. ലോഫ്റ്റ് എന്ന് വിളിക്കുന്ന ഈ പ്രാവിന്റെ കൂട്ടിൽ അവിടെ വെച്ച് തന്നെ ഈ ജനിച്ച പ്രാവിനെ വളർത്തിയെടുക്കുന്നു. ഈ ലോഫ്റ്റ് ആയിരിക്കും ഈ പ്രാവിന്റെ സ്ഥിരമായ വീട്. അതോടെ ഈ സ്ഥലത്തിനോട് ഒരു വൈകാരികമായ അടുപ്പവും അതിജീവന ബന്ധവും ഈ പ്രാവിന് ഉണ്ടാകും. ട്രെയിനിങ്ങിന്റെ അടുത്ത ഘട്ടം ഷോർട്ട് ഡിസ്റ്റൻസ് റിലീസ് ആണ്. വീട്ടിൽ നിന്ന് കുറച്ചകലെയായി ഈ പ്രാവിനെ തുറന്നുവിടും. അതോടെ ഈ പ്രാവ് പറന്ന് കൂട്ടിലേക്ക് എത്തും. പിന്നെ തുറന്നു വിടുന്നതിന്റെ അകലം 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 20 കിലോമീറ്റർ എന്നിങ്ങനെ വർദ്ധിപ്പിക്കും. പതിയെ പതിയെ അകലം വർദ്ധിപ്പിക്കുന്നതിലൂടെ തിരികെ കൂട്ടിലേക്ക് എത്തുവാൻ അത് പതിയെ പഠിക്കുന്നു. തുടർന്ന് ഈ ദൂരം 50 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 300 കിലോമീറ്റർ, 500 കിലോമീറ്റർ എന്നിങ്ങനെ വർദ്ധിപ്പിക്കുന്നു. സാവധാനം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ദിശ മനസ്സിലാക്കുവാനും ഇത്ര ദൂരം ക്ഷീണിക്കാതെ പറക്കുവാനും പ്രാവ് ശക്തി നേടുന്നു. എന്നാലും 1000 കിലോമീറ്റർ അപ്പുറം നിന്ന് ഇതിനെ തുറന്നു വിടുമ്പോൾ ഈ പ്രാവ് എങ്ങനെയാണ് വഴി കണ്ടെത്തുന്നത് വീണ്ടും അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ്. ശാസ്ത്രജ്ഞരുടെ പഠനം അനുസരിച്ച് പ്രാവുകൾക്ക് സ്വന്തമായി ദിശ കണ്ടെത്തുവാനുള്ള കഴിവുണ്ട്. പല സംവിധാനങ്ങൾ ഇതിനായി ഒരുമിക്കുന്നു. ഒന്ന് ഭൂമിയുടെ കാന്തിക വലയമാണ്. പ്രാവുകൾക്ക് ഈ ഭൂമിയുടെ കാന്തിക വലയം സെൻസ് ചെയ്യുവാൻ കഴിയും. ഇരുമ്പിന്റെ തരികൾ അടങ്ങിയ കോശങ്ങൾ ഇത്തരം പ്രാവുകളുടെ തലച്ചോറിലും കൊക്കിലുമുള്ള കോശങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആകാശം മേഘാവൃതമായിരിക്കുന്ന സമയത്തും പ്രാവുകൾക്ക് ദിശ വേർതിരിച്ച് അറിയുവാൻ ഇതുവഴി കഴിയും. 2 സൺ കോമ്പസ്. സൂര്യന്റെ സ്ഥാനം നോക്കി പ്രാവുകൾക്ക് ദിശ മനസ്സിലാക്കുവാൻ കഴിയും. ഒരു ദിവസത്തിലെ സമയത്തിനനുസരിച്ച് മാറുന്ന സൂര്യന്റെ സ്ഥാനം അഡ്ജസ്റ്റ് ചെയ്യുവാനും പ്രാവുകൾക്ക് കഴിയും. സൂര്യന്റെ സ്ഥാനം മാറുമ്പോൾ പ്രാവുകളുടെ ബയോളജിക്കൽ ക്ലോക്കും അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടും. 3 സ്മെൽ മാപ്പ്. പ്രാവുകൾക്ക് ഓരോ സ്ഥലവും മനസ്സിലാക്കുവാൻ മണം ഉപയോഗിക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ഗന്ധമുണ്ട്. ഈ ഗന്ധങ്ങൾ ഓർത്തുവെച്ച് പ്രാവ് ദിശ കണ്ടെത്തുകയും അതിന്റെ കൂട് ഉള്ള സ്ഥലം ഈ ഗന്ധം കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞ് കൃത്യമായി പറന്ന് ഇറങ്ങുകയും ചെയ്യും. ഓരോ ഘട്ടമായി പ്രാവിന്റെ മനസ്സിൽ പതിഞ്ഞ ഗന്ധങ്ങൾ ഓർക്കുകയും താരതമ്യം ചെയ്തുമാണ് ദീർഘദൂരങ്ങൾ ആകാശത്തുകൂടി പ്രാവ് താണ്ടുന്നത്. 4 വിഷ്വൽ ലാൻഡ്മാർക്സ് ആണ്. പ്രാവിന് കാഴ്ചയും ഉണ്ടല്ലോ. അതിന്റെ കൂടിന്റെ ചുറ്റളവിലുള്ള നദികൾ, ഹൈവേകൾ, തീരപ്രദേശം, കെട്ടിടങ്ങളെല്ലാം പ്രാവിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്തുവാൻ ഇവയ്ക്ക് കഴിയും. മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്ന് പറത്തിവിട്ട പ്രാവ് 27 മണിക്കൂറുകൾ സഞ്ചരിച്ച് കേരളത്തിലെ തിരൂരിൽ എത്തിയെങ്കിൽ അത് കൃത്യമായ ട്രെയിനിങ് കൊണ്ടും പ്രാവിനുള്ള പ്രത്യേകമായ നാവിഗേഷൻ കഴിവുകൊണ്ടും ആണ് സാധ്യമായത്. അതിനതിന്റെ കൂട് ഇരിക്കുന്ന സ്ഥലം അറിയാം. ഒരു ദിശാസൂചിക പ്രവർത്തിക്കുന്നത് പോലെ ഭൂമിയുടെ കാന്തിക ശക്തി അനുസരിച്ച് കൃത്യമായി ദിശ കണ്ടെത്തുവാൻ അതിന് കഴിയും. സൂര്യന്റെ സ്ഥാനം കൃത്യമായി നോക്കിയിട്ടുണ്ട്. കേരളത്തിൽ എത്തിയപ്പോൾ കൂടിരിക്കുന്ന സ്ഥാനം കാഴ്ച കൊണ്ടും ഗന്ധം കൊണ്ടും കണ്ടെത്തി. കൃത്യമായ രീതിയിൽ പരിശീലനം നൽകിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് സാധ്യമായത്. ഇത്തരത്തിൽ പറത്തിവിടുന്ന പ്രാവ് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെന്നാണ് ഉത്തരം. വളരെ മോശം കാലാവസ്ഥ അല്ലെങ്കിൽ മഴയുള്ള സമയങ്ങളിൽ പ്രാവ് തളർന്നു പോകുന്ന ഘട്ടങ്ങളിൽ മറ്റുള്ള അറ്റാക്കുകൾ ഇവയ്ക്ക് നേരെ ഉണ്ടായാൽ, ഭൂമിയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായാൽ
അല്ലെങ്കിൽ പരിക്ക് ഉണ്ടായാൽ ഈ പ്രാവുകൾ പിന്നെ ഒരിക്കലും അതിന്റെ കൂട് കണ്ടെത്തുകയില്ലെന്ന് വരും. ഇത്തരം മത്സരങ്ങളുടെ ഭാഗമാണ് നഷ്ടങ്ങളും. നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും പരിശീലകരുടെ മനസ്സിൽ ഉണ്ടാകും. 27 മണിക്കൂർ കൊണ്ട് 1000 കിലോമീറ്റർ ഈ പ്രാവ് സഞ്ചരിച്ചപ്പോൾ ഇത് നിലത്തിറങ്ങാതെ ഒറ്റ സ്ട്രെച്ചിൽ പറക്കുകയായിരുന്നു. ഈ പ്രാവുകൾക്ക് മണിക്കൂറിൽ ശരാശരി 60 കിലോമീറ്റർ മുതൽ 90 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കുവാൻ കഴിയും. ടെയിൽ വിൻഡ് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കാറ്റ് ഉള്ളപ്പോൾ 100 കിലോമീറ്റർ വേഗത്തിലും പറക്കാം. മണിക്കൂറുകൾ ഒരുമിച്ച് പറക്കുവാനും ഇവയ്ക്ക് കഴിയും. ലക്ഷ്യം കാണുന്നത് വരെ ഇത് തുടരുവാനുള്ള സഹിഷ്ണുത ഇവയ്ക്ക് ഉണ്ട്. എന്നാൽ ഇടവിട്ട് ഇവ വിശ്രമമെടുക്കും. അതേപോലെ രാത്രി സമയങ്ങളിൽ പറക്കുകയുമില്ല. ശരിക്കും ഈ പ്രാവുകൾ അതിന്റെ ഉടമസ്ഥരുടെ അരികിലേക്ക് അല്ല പറന്നെത്തുന്നത്. അതിന്റെ യജമാനനുമായി യാതൊരു അടുപ്പവും ഇവയ്ക്കില്ല. അതിന്റെ കൂടും ആ കൂടിരിക്കുന്ന സ്ഥലവുമായാണ് അതിന് അടുപ്പമുള്ളത്. അതിന്റെ കൂട് ഏതെങ്കിലും സാഹചര്യത്തിൽ മാറ്റേണ്ടി വന്നാൽ വീണ്ടും ആദ്യം മുതൽ പരിശീലനം ആരംഭിക്കേണ്ടി വരും. പ്രാവുകൾക്ക് ഇത്തരത്തിലൊരു കഴിവ് നേടുവാൻ കഴിയുന്നത് പൂർണ്ണമായി പരിശീലനം കൊണ്ടാണെന്നും പറയുവാൻ കഴിയില്ല. അതിന് ജന്മന ഉള്ള ദിശ കണ്ടെത്താനുള്ള കഴിവിനെ ഇവിടെ പ്രത്യേക രീതിയിൽ മനുഷ്യൻ ട്രെയിൻ ചെയ്ത് എടുക്കുക മാത്രമാണ്. പ്രാവുകൾക്ക് സാധാരണഗതിയിൽ ചുരുങ്ങിയ ചുറ്റുപാടിൽ നിന്ന് അതിന്റെ കൂട് കണ്ടെത്തുവാൻ കഴിയും. എന്നാൽ 1000 കിലോമീറ്ററുകൾക്ക് അപ്പുറം നിന്ന് കൂട്ടിലേക്ക് എത്തണമെങ്കിൽ അതിന് തുടർച്ചയായ പരിശീലനം നൽകുക തന്നെ ചെയ്യണം. പണ്ടുകാലത്ത് കത്തുകൾ നൽകുവാനായി പ്രാവിനെ ഉപയോഗിച്ചിരുന്നതായി നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രാവുകളിൽ ഇലക്ട്രോണിക് ടൈമിംഗ് ചിപ്പുകളും GPS ട്രാക്കിംഗ് ഡിവൈസുകളും തിരിച്ചറിയൽ റിങ്ങുകളും ധരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ പരിശീലകർക്ക് പ്രാവിന്റെ സ്ഥാനം അറിയുവാൻ വേണ്ടി മാത്രമാണ്. പ്രാവ് സഞ്ചരിക്കുന്നത് അതിന്റെ കഴിവ് മാത്രം ഉപയോഗിച്ചാണ്. റേസിംഗ് പീജിയൻ ഒരു വിസ്മയം തന്നെയാണ്. തത്തകൾ സംസാരിക്കുന്നത് പോലെ പ്രാവുകൾക്ക് ദിശ കണ്ടെത്തുവാനുള്ള കഴിവുണ്ട്. അതൊരു കോമ്പസ് പോലെ മാഗ്നറ്റിക് സെൻസിംഗ് വഴിയും സോളാർ പൊസിഷനിങ് വഴിയും സ്മെൽ മാപ്പിംഗ് വഴിയും വിഷ്വൽ മെമ്മറി വഴിയും പരിശീലനത്തിലൂടെയും സ്വന്തം കൂടിനോടുള്ള അടുപ്പത്തിലുമാണ് സാധ്യമാവുന്നത്. 1000 കിലോമീറ്ററുകൾക്കപ്പുറം ഈ പ്രാവുകൾക്ക് ആശങ്ക ഒന്നുമില്ല. അത് അതിന്റെ കൂട്ടിലേക്ക് പറക്കുവാനായി തുടങ്ങും. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഗൂഗിൾ മാപ്പും ഉണ്ടാകുന്നതിന് മുൻപേ, എന്തിന് വടക്കു നോക്കി യന്ത്രം ഉണ്ടാകുന്നതിന് മുൻപേ ഈ ഭൂമി ഉണ്ടായപ്പോൾ തന്നെ ഈ സംവിധാനങ്ങൾ ഈ പ്രാവിന്റെ ഉള്ളിലുണ്ട്. റേസിംഗ് പീജിയനെ കുറിച്ചും അതിന്റെ കഴിവിനെ കുറിച്ചുമുള്ള വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തുടർന്നുള്ള മികച്ച വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.